ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന രാജ്യമാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം കൊണ്ടാണ് ഇന്ത്യക്ക് മുന്നേറാൻ സാധിക്കുന്നത്. രാജ്യത്തോട് കൂടുതൽ അടുത്ത സഹകരണത്തിന് ശ്രമിക്കുകയാണ് മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സമാധാനപരമായ പോരാട്ടമാണ് രാജ്യം കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യൻ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ 50% തീരുവയോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ലെന്നും ഇന്ത്യ വിശാല മനസ്കതയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൊറോക്കോയിലേക്കുള്ള തന്റെ 2 ദിവസത്തെ യാത്രയിൽ വ്യക്തമാക്കിയിരുന്നു. ഞങ്ങൾ പ്രതികരിച്ചില്ല. വിശാല മനസ്കരും വലിയ മനസ്സുള്ളവരുമായവർക്ക് ഒരു കാര്യത്തിലും ഉടനടി പ്രതികരിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഞായറാഴ്ച മൊറോക്കോയിലെത്തിയ അദ്ദേഹത്തെ കാസബ്ലാങ്കയിലെ മിലിറ്ററി കമാൻഡിന്റെ ഹെഡ് വാലിയും മൊറോക്കോയിലെ ഇന്ത്യൻ അംബാസഡർ സഞ്ജയ് റാണയും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളും സിംഗിനെ സ്വാഗതം ചെയ്യാൻ ചേർന്നിരുന്നു. ആഫ്രിക്കയിലെ ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ പ്ലാന്റായ ബെറേച്ചീഡിൽ ഡാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസിന്റെ വീൽഡ് ആർമർഡ് പ്ലാറ്റ്ഫോം 8x8 നിർമ്മിച്ച പുതിയ നിർമ്മാണ സൗകര്യം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. മൊറോക്കോയിലെ പുതിയ നിർമ്മാണ സൗകര്യം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ വളർന്നുവരുന്ന ആഗോള സാന്നിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രധാന നാഴികക്കല്ലാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് സിംഗ് പറഞ്ഞത്, പഹൽഗാമിലെ ഇരകളോട് അവരുടെ മതത്തെ ആക്രമിക്കാൻ തീവ്രവാദികൾ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യ അങ്ങനെ ചെയ്തില്ല എന്നാണ്. മതത്തിനു വേണ്ടി ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. അവരുടെ പ്രവൃത്തികൾക്കു വേണ്ടിയാണ് ഞങ്ങൾ അവരെ കൊന്നതെന്നും തിങ്കളാഴ്ച മൊറോക്കോയിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്നതിനിടെ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഒരു സിവിലിയനെയും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരു സിവിലിയനെയോ സൈനിക സ്ഥാപനത്തെയോ ആക്രമിച്ചിട്ടില്ല. ഇന്ത്യക്ക് മാത്രമേ ഈ സ്വഭാവം ഉണ്ടാകൂ. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സൈനിക സ്ഥാപനത്തെയോ സിവിലിയൻ സ്ഥാപനത്തെയോ ആക്രമിക്കാമായിരുന്നു. പക്ഷേ നമ്മൾ അത് ചെയ്തില്ല. ഇന്ത്യയുടെ ഈ സ്വഭാവം നമ്മൾ ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കാശ്മീർ ഉടൻ തന്നെ ഇന്ത്യയുടെ ഭാഗമാകുമെന്നും അവിടുത്തെ ജനങ്ങളും അത് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടെന്നും സിംഗ് കൂട്ടിച്ചേർത്തു. 5 വർഷം മുൻപ് കാശ്മീർ താഴ്വരയിൽ നടന്ന ഒരു പരിപാടിയിൽ ഞാൻ ഇന്ത്യൻ സൈന്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ POK ആക്രമിച്ച് പിടിച്ചെടുക്കേണ്ടതില്ല. എന്തായാലും അത് നമ്മുടേതാണ്. POK തന്നെ പറയും. ആ ദിവസം വരുമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനകൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഭീകരതയ്ക്കെതിരായ സൈനിക നടപടി വീണ്ടും ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും അത് എപ്പോൾ എങ്ങനെ വികസിക്കുമെന്നതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുമില്ല. 2ാം ഭാഗം പൂർത്തിയാക്കാനുണ്ടോ അതോ 3ാം ഭാഗം പൂർത്തിയാക്കാനുണ്ടോ എന്ന് ഞങ്ങൾക്ക് പറയാനാകില്ല. അത് പാകിസ്ഥാന്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കും. അവർ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് മറുപടി ലഭിക്കും. മൊറോക്കോയിലെ ഇന്ത്യൻ സമൂഹവുമായുള്ള ഒരു ആശയവിനിമയത്തിനിടെ അദ്ദേഹം പറഞ്ഞതാണ്. ഇത് വെറുമൊരു താൽക്കാലിക വിരാമമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് വീണ്ടും ആരംഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ, മാസ് വിലക്കുറവ്, സൂപ്പർ EMI ഓപ്ഷനുകൾ, ബ്രാൻഡ് ഓഫറുകൾ, ഇതിലെല്ലാത്തിലും ഉപരി മൈജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ. മൈജി ഓണം മാസ് ഓണം.